ഈ രീതിയിൽ നിങ്ങൾ ചട്ടി സെറ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ചെടി നല്ല ബുഷിയായിട്ട് വളരും, അത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ഈ ചട്ടി സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യത്തെ ചകിരിയാണ് എടുക്കുന്നത്. ചകിരി നമ്മൾ തേങ്ങ പൊളിച്ചെടുക്കുന്ന ആ പൊതിമടൽ, പിന്നെ നമുക്ക് കരിയിലും വേണം, പിന്നെ അതുപോലെ കുറച്ച് മണ്ണ് വേണം കേട്ടോ. ഈ ചട്ടി ഓട്ടൊക്കെ നന്നായിട്ട് റെഡിയാക്കി എടുത്തു. എന്നിട്ട് നമ്മൾ ഇത് എപ്പോഴും ചെയ്യാറുള്ള പോലെ തെർമോക്കോളാണ് അതിൽ ആദ്യം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. തെർമോക്കോളിന് പകരം പിന്നെ നമുക്ക് ഉരുളൻ കല്ലുകളോ അല്ലെങ്കിൽ പൊട്ടിയ ചട്ടിയുടെ തുണ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ തെർമോക്കോൾ കുറച്ചുണ്ട്, അപ്പോൾ അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഈ തെർമോക്കോൾ വെറുതെ വലിച്ചെറിഞ്ഞിട്ട് അത് ആണെങ്കിൽ അഴുകി പോകുന്നില്ല ഈ തെർമോക്കോൾ. അപ്പോൾ നമുക്കത് പ്രകൃതിയെ സംരക്ഷിക്കാൻ കൂടിയിട്ട് നമുക്ക് ഇതുപോലെ ചട്ടികളിൽ ഈ ഡ്രൈനേജിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തെർമോക്കോൾ ചകിരി. പിന്നെ നമ്മളിത് ചകിരി ഞാൻ അങ്ങനെ തന്നെ വെക്കുന്നത്. എനിക്ക് അതിന് ചകിരി എടുക്കാൻ വയ്യ, അപ്പോൾ അതുകൊണ്ട് ഈ തേങ്ങ പൊളിച്ചതിൻ്റെ പൊതിമടൽ അങ്ങനെ തന്നെയാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ നല്ല സ്പേസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായില്ലേ, ഒരു തേങ്ങ അതിനുള്ളിൽ വെക്കാനുള്ള അത്രയും സ്പേസ് ഈ ചട്ടിക്ക് ഉണ്ട്. പിന്നെ നമ്മളിതിലേക്ക് കരിയില നിറച്ച് കൊടുക്കാം. അത്രത്തോളം നടക്കാൻ പറ്റും അത്രത്തോളം നിറച്ച് ഇങ്ങനെ കുത്തി നിറച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് 2 ചട്ടിയാണ് ആദ്യം ചെടി നടന്നത് കാണിക്കുന്നത്. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ നടാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ 2 ചട്ടികൾ ഒരുമിച്ച് നടാൻ, കാരണം 2 ചെടികളാണല്ലോ നട്ട് പിടിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ റൂബി പ്ലാന്റിൽ ഇതിൽ നിന്ന് എടുക്കാം. അപ്പോൾ നല്ല വേര് വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ രീതി തന്നെയാണ് ഞാൻ ഈ ഒരു സംഭവം സെറ്റ് ചെയ്ത് ആദ്യം നട്ട് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ ചെറിയ കല്ലോനെ എന്തുകൊണ്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നു, കല്ലിട്ടില്ല, സ്പേസ് കുറവായാലും ചകിരിയും മണ്ണും കൂടി നിറച്ചിട്ടുണ്ട് ഈ ചെടി നട്ടത്. അപ്പോൾ അത് നന്നായിട്ട് വേര് ഓടിയിട്ടുണ്ട്, ചകിരി അടി വെച്ച കാരണം നന്നായിട്ട് വേര് ഓടിയിട്ടുണ്ട്. അങ്ങനെ അത് നട്ടതിന് ശേഷം ഇതിന് മേലേക്ക് അത്യാവശ്യം കുറച്ച് മണ്ണും കൂടി ഇട്ട് സെറ്റാക്കിയിട്ട് ചെടി നടണം. അപ്പോൾ ഇത് ഇങ്ങനെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട്. നമ്മൾ ഇതിന് മേലേക്ക് കുറച്ചും കൂടി കുറച്ച് മണ്ണ് മതിയിട്ടാണ്. സത്യത്തിൽ ഇത് നന്നായിട്ട് വേര് ഓടിയതാണ്. ഇനി നമ്മൾ കരിയിലൊക്കെ ഇട്ടുകൊണ്ട് നന്നായിട്ട് ഇനി വേര് ഓടും. നല്ല പൊട്ടാസ്യം ഇതിൽ ചേർന്ന് കഴിഞ്ഞു. നമ്മുടെ ചട്ടിയിൽ കരിയിലിട്ടുകൊണ്ട് തന്നെ നല്ല വളമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതുപോലെ ഇങ്ങനെ അടുക്കി വെച്ച ചട്ടികളും ഇതുപോലെ സെറ്റാക്കിയിട്ടുണ്ട്. വരിവരിക്ക് ഇതുപോലെ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ ഞാൻ സെറ്റാക്കി വരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നനച്ചു കൊടുക്കാം. നല്ല ചെറിയ രീതിയിൽ നനച്ചു കൊടുത്താൽ മതി. നമ്മുടെ പൈപ്പ് ഇവിടെ തന്നെ അടുത്ത് നമ്മുടെ പൈപ്പ് ഉണ്ട് കേട്ടോ. ഈ ചെടി നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാനല്ല തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ ഈ ചെടി സെറ്റ് ചെയ്യുന്നത് വേറൊരു സ്ഥലത്തേക്ക് വേണ്ടി. നമ്മൾ ചട്ടികളെല്ലാം അതിൻ്റെ പൊക്കത്തേക്ക് എടുത്ത് വെച്ചു. നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങളുടെ അഭിപ്രായമാണ് വേണ്ടത്, എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഈ സെറ്റിംഗ്സ് ഇഷ്ടമായോ എന്നുള്ളതൊക്കെയാണ് കമൻറ്റിലൂടെ അറിയിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ. അടുത്ത സെറ്റിംഗ് ഉടനെ വരും. അപ്പോൾ അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓൾ എന്ന ഓപ്ഷൻ അനേബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം സെറ്റ് ചെയ്ത് സെറ്റിംഗ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. പകലായപ്പോൾ നമ്മുടെ ചെടി ചട്ടി എങ്ങനെ ഇരിക്കുന്നു, നമ്മൾ ചെടി സെറ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്ത് നിന്ന് എടുത്തൊരു വ്യൂ ആണ് ഇട്ടത്.